ഇ.വി എടുത്താൽ പണി കിട്ടുമോ? ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ഇ.വി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇ.വി റിലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് വീഡിയോസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇ.വിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമസ്കാരം. ഇ.വി എടുത്താൽ പണി കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചതിൽ നിന്നുള്ള കുറേ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാദഗതികൾ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇത്ര നാളായി ഇ.വി ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പലയിടത്തും ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ ഇടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ പലതും ഡിലീറ്റ് ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സ്പാമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. സോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇൻ കേസ് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കും തെറ്റുകൾ വരാം, നമ്മളാരും 100% കറക്റ്റ് അല്ല. സോ അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തന്നെ എന്തെങ്കിലും തെറ്റോ സംഗതികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനകത്ത് എനിക്കൊരു വിരോധവും ഇല്ല. ഞാൻ സാധാരണ ഈ വീഡിയോയുടെ എല്ലാം നമ്പർ V1, V2, V3 എന്നൊക്കെ ഇടുന്നത്. സോ അപ്പോൾ ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ABC എന്ന് പറഞ്ഞു V1A, V1, B, C. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനകത്ത് ഒരു 2 അഡീഷനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടല്ലോ, ഞാൻ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സീരിയസ് ആയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് പറയാം, ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ട് കുറേ അധികം വീഡിയോസും സംഗതികളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, ഒരു ഇ.വി എടുത്താൽ പണി കിട്ടും, ചതിയിൽ വീഴരുത്, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് നാശത്തിലേക്കാണെന്നുള്ള പോക്കെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി കണ്ടു ഞാൻ. പക്ഷേ ആ വീഡിയോ കണ്ടു, ഫസ്റ്റ് ടൈം എനിക്ക് കണ്ടപ്പോൾ അത് വളരെ നല്ല വീഡിയോ ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാര്യം അതിനകത്ത് പലരും ഡിസ്കസ് ചെയ്യാത്ത കാര്യം, അതായത് ഇ.വി എടുത്തു കഴിഞ്ഞാൽ ലാഭം മാത്രമാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അത് ലാഭമാവത്തില്ല എന്നുള്ളത് പ്രോപ്പറായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം, വളരെ പോസിറ്റീവുള്ള സെൻസിൽ തന്നെ എടുത്തത്. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യത്തിലും കുറേ കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നി. അതിനെക്കുറിച്ച് ആഡ് ചെയ്താണ് ഞാൻ ഇതിനകത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നതിനകത്ത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ വീഡിയോയുടെ QR കോഡ് ലിങ്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലിങ്കിനകത്ത് കയറി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. എൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫുൾ ആർട്ടിക്കിൾസും സജഷൻസും അല്ലെങ്കിൽ കമൻസും രേഖപ്പെടുത്താൻ പാകത്തിനുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എൻ്റെ അഭിപ്രായങ്ങൾ ആദ്യത്തെ ഒരു 4 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നതാണ്. ഈ വീഡിയോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം അതിനകത്ത് ലാഭത്തിൻ്റെ കാര്യം കാണിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. അത് ഒരു നല്ലൊരു ശതമാനം വരെ ശരിയാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് എടുത്തിരിക്കുന്ന റെഫറൻസസിൽ മാത്രം കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഈ വീഡിയോയുടെ പേര് ഒരു വലിയ സംഗതിയാണ്. അതായത് വീഡിയോയുടെ പേര് ഇങ്ങനെ കണ്ടപ്പോൾ, ആദ്യമേ ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഈ പേര് ഇത്രയും ശ്രദ്ധിച്ചിട്ടല്ല ഇത് കണ്ടത്. ഇ.വി എടുത്താൽ പണി കിട്ടുമെന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് മാത്രമല്ല, അതൊരു നോർമൽ ഇ.വിയുടെ ഇഷ്യൂസോ സംഗതികളോ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്നുള്ള രീതി മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ അത് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് ഇതിനകത്ത് ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡായിട്ട് എല്ലാവർക്കും തോന്നാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് പറഞ്ഞു. ഇ.വി പൂർണ്ണമായിട്ടും പോസിറ്റീവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, പുള്ളി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആദ്യമേ തന്നെ 2 വണ്ടികൾ എടുത്തിട്ടുണ്ട്. ടിയാഗോയുടെ ഒരു ഐസ് വണ്ടിയുടെ ടോപ്പ് വേരിയൻറ്റും അതേപോലെ തന്നെ ഇ.വിയുടെ ടോപ്പ് വേരിയൻറ്റും എടുത്തിട്ടുണ്ട്. അതിന് ഏതാണ്ട് 3.47 ലക്ഷം രൂപ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കാം, അതിനകത്ത് വേറെ കുറച്ച് കൺസേൺസ് ഉണ്ട്, എങ്കിലും അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ പെർ കിലോമീറ്റർ കോസ്റ്റ് നോക്കുമ്പോൾ 5.25 76 പൈസയുമാണ് വരുന്നത്. അതായത് 1 കിലോമീറ്റർ ഓടാനായിട്ട് 4 രൂപ 49 പൈസ ലാഭം. അതിനകത്ത് ഈ വീഡിയോ മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാം മാസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇ.വിയുടെ ലാഭം ഇതെല്ലാം മാസവും വർഷവും വെച്ചിട്ടല്ല, എത്ര കിലോമീറ്റർ ഓടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ മാസം വർഷത്തെക്കാട്ടിയും കിലോമീറ്ററിൻ്റെ ബേസിസിൽ പറയുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ സൂചിപ്പിച്ചതിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയൊരു സംഗതി, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നത് കണക്ക് കൂട്ടിയിട്ടാണ് പെർ കിലോ ഒരു യൂണിറ്റിന് 10 രൂപ എന്നുള്ള രീതിയിലാണ് അതിനകത്ത് കാണിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. സോ ഇ.വി ഇപ്പോൾ കേരളത്തിലെത്തി ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ തൊട്ട് 12 രൂപയ്ക്കും ഏതോ ഒരു പ്രൊവൈഡർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 15 രൂപ തൊട്ട് 25-30 രൂപ വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട് കേരളത്തിനകത്ത്. കേരളത്തിന് പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊവൈഡേഴ്സും 18 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇ.വിക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് എടുക്കുന്നത്. സോ അതുകൊണ്ട് പുറത്തെ ചാർജിങ്ങിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ അത്ര കറക്റ്റ് അല്ല. വീട്ടിലെ ചാർജിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചിലവ് വരും, ഏകദേശം 9 ചില്ലറയൊക്കെ വരും. പിന്നെ ഇപ്പോഴത്തെ TOD ബിൽഡിങ്ങിൻ്റെ സംഗതികളും കൂടെ വരുന്നതുകൊണ്ട് വൈകുന്നേരം ചാർജ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ വരാം. അതിൽ രാത്രിയാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ചിലപ്പോൾ രാവിലെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടിയും ചിലവ് കുറഞ്ഞൊന്നും വരാം. എങ്കിലും അത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്രോക്സിമേഷൻ വലിയ പ്രശ്നമില്ല. ഇ.വി എടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കഴിവതും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ നോക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ അത് വെച്ച് നോക്കുമ്പോൾ ആ കണക്ക് വലിയ ഇഷ്യൂ ഇല്ല.
കൊണ്ട ഒരു വ്യത്യാസമാണ് പറഞ്ഞത്. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യം. മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഇങ്ങനെ 3 സാധനങ്ങളാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ അത് ശരിയാണ്, ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് 2 കാര്യമാണ്. ഒന്ന്, എഞ്ചിൻ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിലും അതിന് പകരം ട്രാൻസാക്സിൽ ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനം ഇവിക്കകത്ത് വരുന്നുണ്ട്. ഗിയർ ഓയിൽ എന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ ഒരു എലമെന്റ് ഇതിനകത്ത് കൂടുന്നുണ്ട്. ഏതാണ്ട് ടിയാഗോയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില വേരിയൻസിന് ഏതാണ്ട് 1 ലിറ്ററിനടുത്ത്, ചില 1.3 ലിറ്റർ ഒക്കെ 30,000 കിലോമീറ്റർ ഇടവിട്ട്, അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർഷമാണെന്ന് തോന്നുന്നു, 2 വർഷം ഇടവിട്ട് ഈ സാധനം മാറ്റേണ്ടി വരും. സോ എഞ്ചിൻ ഓയിലിൻ്റെ അത്രയും ഫ്രീക്വൻസി വരുന്നില്ല, പക്ഷേ എങ്കിലും ഒരു ഓയിൽ ചേഞ്ച് അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് അത്യാവശ്യം വരുന്നുണ്ട്. ഏതാണ്ട് 1300, 1500 രൂപ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിക്കകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് നീറ്റായിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡ് മാറ്റേണ്ട ഒരു ചിലവ് വളരെ കുറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്ക് പാഡ് മാറ്റേണ്ട ഒരു സംഗതി വരുന്നില്ല. ഈ 1500 രൂപയാണോ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത് അത് ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാലേ പറയാനൊക്കത്തുള്ളൂ. പിന്നെ ലൂട്ടിങ് മീൻസ് ആവശ്യമില്ലാതെ പൈസ വാങ്ങിക്കുന്ന ഇഷ്ടംപോലെ സംഗതികൾ പലയിടത്തും കാണുന്നുണ്ട്. അത് എല്ലാവരും നിങ്ങളുടെ സാധാരണ വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴാണെങ്കിലും ഓരോ സാധനവും എന്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്, മാൻഡേറ്ററി ആയിട്ടുള്ള സാധനം മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അധികം എമൗണ്ട് വരത്തില്ല. പിന്നെ എൻ്റെ ആക്ച്വലി വാഹനം ഇപ്പോൾ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയാൻ ഇടയ്ക്കുള്ള സർവീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇട്ടുതരാം. എന്തുമാത്രം കോസ്റ്റ് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാവുന്നത്. പക്ഷേ അത് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട, കാരണം ഞാൻ അവിടെ ചെന്ന് സ്പെസിഫിക്കലി ഇന്നതൊക്കെ ചെയ്യണമെന്നൊന്നും പറയാറില്ല. കാരണം ഇത് ചെയ്ത 1.5 ലക്ഷം കിലോമീറ്ററിൻ്റെ സമയത്തൊക്കെ മിക്കവാറും ഞാൻ രാവിലെ വണ്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചില സമയത്തൊക്കെ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ഒക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നോർമലി പറയാറില്ല. കൊടുത്തിട്ട് തിരിച്ചു വരാറേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പർട്ടിക്കുലറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യും, അത്രയുമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ലിങ്ക് ആയിട്ടിട്ടേക്കാം. പിന്നെ ഇന്ധന ചെലവിലെ ലാഭത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നേരത്തെ കണക്കൂട്ടിയതുപോലെ തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ 4 രൂപ 49 പൈസയാണ് വരുന്നത്. സോ ഈ 1000 കിലോമീറ്റർ മാസം ഓടുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടെ ഒന്ന് കണക്കൂട്ടി സ്പ്ലിറ്റ് അപ്പ്, അതായത് ഒരാൾക്ക് മനസ്സിലാവാൻ പാകത്തിന് ഞാൻ പറയുന്നുള്ളത്, ഒരു ദിവസം, അതായത് നിങ്ങൾ വർക്കിംഗ് ഡേയ്സ് മാത്രം വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ സാധാരണ ഒരു മാസത്തിൽ ഒരു ദിവസം ഏകദേശം 50 കിലോമീറ്റർ ഓടുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെയുള്ള ആൾ 5 വർഷത്തേക്ക് 5 വർഷം ഉപയോഗിക്കുമ്പോൾ 60,000 കിലോമീറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം പറയുന്നത്. സോ 60,000 കിലോമീറ്റർ ഓടുന്നു. ആ 60,000 കിലോമീറ്റർ കൊണ്ട് 2.69 ലക്ഷം രൂപ ഏകദേശം ഇന്ധനത്തിൽ ലാഭം വരുന്നുണ്ട്. പക്ഷേ 3.47 ലക്ഷം രൂപ ഓൾറെഡി ഇതിനായതുകൊണ്ട്, വണ്ടി വാങ്ങിച്ചപ്പോൾ എക്സ്ട്രാ ആയി എന്നുള്ളതുകൊണ്ട് മൊത്തം കണക്കൂട്ടി നോക്കുമ്പോൾ 77,000 രൂപ നഷ്ടം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് പറയാം. ഇനി 1500 കിലോമീറ്ററിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 75 കിലോമീറ്റർ, വർക്കിംഗ് ഡേയ്സിലെ കാര്യം മാത്രമാണ് പറയുന്നത്, ഒരു ദിവസം 75 കിലോമീറ്റർ വെച്ച് ഓടുന്ന ഒരാളുടെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 57,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അതും ഈ 3.47 ലക്ഷം കിലോമീറ്റർ വെച്ചിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ മെയിൻ്റനൻസിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വണ്ടിയുടെ ലൈഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതിനകത്ത് ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. കാരണം ഈ 60,000 കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 90,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇതല്ല, ലൈഫ് അത്രയും അല്ല, അതിനെക്കാട്ടിയും കൂടുതൽ ഓടാനും. അത് എങ്ങനെ കണക്കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വാഹനം, അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്, ഇതേ വാഹനം തന്നെ കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ എന്തുമാത്രം രൂപ ലാഭം വരുന്നു എന്നുള്ളത് ഞാൻ അവസാനം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഒരു ദിവസം 75 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ വെച്ച് ഓടുന്ന, വർക്കിംഗ് ഡേയ്സ് മാത്രം ഓടുന്നവർക്ക് പുള്ളി പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ലാഭത്തിൻ്റെ കണക്ക് പുള്ളി പറഞ്ഞത് ഞാൻ അതുപോലെ എടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ 76 പൈസ പെർ കിലോമീറ്റർ എന്നുള്ളത് നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടാം. സ്ലോ ചാർജ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ്, യൂസേജ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ഇതിലും കുറയാം. ഓക്കെ, സോ ഈ വാല്യൂവിനെ അത്ര റെഫറൻസ് ആയിട്ട് എടുക്കണ്ട. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ARAI റേഞ്ച് കിട്ടും എന്നുള്ള രീതിയിലാണ്. ARAI റേഞ്ച് ഒന്നും നോർമലി കിട്ടാറില്ല. ഒരു 315 പറയുകയാണെങ്കിൽ ഒരു 150 തൊട്ട് 220 കിലോമീറ്റർ വരെയൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ ട്രാഫിക് കുറവുള്ള ഏരിയയിലൊക്കെ അത്യാവശ്യം അഗ്രസീവ് അല്ലാതെ ഓടിക്കുന്നവർക്ക് 250 കിലോമീറ്റർ കൂടുതലൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇതെല്ലാം വണ്ടികളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു ഫാക്ടർ ഒന്ന് മാറ്റി വെച്ചേക്കുക, ഇത്രയും വരത്തില്ല. അതുപോലെ തന്നെ ഈ സാധാരണ വണ്ടികളുടെ കേസിലാണെങ്കിൽ ഓടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് കൂടുകയും ചെയ്യും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഞാൻ ഈ യഥാർത്ഥ ചിലവുകളും ലാഭവും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച്, ആ റേഞ്ചിന് എത്ര യൂണിറ്റ് ആവശ്യം വരുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ആക്ച്വലി കണക്കൂട്ടാൻ നിങ്ങളുടെ വണ്ടി എടുക്കുന്നതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. പക്ഷേ ഒരു യൂട്യൂബർ പോലെ ഒരാൾ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം ഒരു ARAI അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് പുള്ളിക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ ഒരാൾ വാങ്ങിക്കുന്ന കാര്യം വെച്ചിട്ട് ആലോചിക്കുമ്പോൾ എപ്പോഴും ആക്ച്വലി എത്ര കിട്ടുന്നു എന്നത് വെച്ച് നോക്കുക. അപ്പോഴേ ഈ പറയുന്ന പോലെ 76 കിലോ പൈസ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 രൂപ അല്ലെങ്കിൽ 1 രൂപ 20 പൈസ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ സോളാറിൻ്റെ കാര്യവും പറയുന്നുണ്ട്. സോളാർ വെച്ചതുകൊണ്ട് ഞാൻ 0 ഇതിനാണ് ഓടിക്കുന്നത് എന്നുള്ളത്. അത് സോളാറിൻ്റെ ഏർണിങ്സ്, അതായത് സോളാർ വെച്ചതിനുള്ള എമൗണ്ട് തിരിച്ചെടുത്തതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് സെക്കൻഡറി വെഹിക്കിളിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് മിക്ക ആളുകളും EV എടുക്കുന്ന ഒരു സെക്കൻഡറി വെഹിക്കിളായിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇത്രയും കിലോമീറ്റർ,
അതായത് ഇതിനകത്ത് പറയുന്നത് 1000 അല്ലെങ്കിൽ 1500 കിലോമീറ്റർ മാസം എങ്ങനെ എത്തിക്കുന്നു. സോ ഈ പെർ ഡേ ഒരു 75 കിലോമീറ്റർ ഓടുന്നത്, ഇത് വീക്കെൻഡ്സിലെ ട്രാവൽ കൂട്ടിയിട്ടില്ല കേട്ടോ, വീക്കെൻഡ്സിലെ ട്രാവലും കൂടെ കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും കൂടും. അത് പലരും ഈ വണ്ടി ഇത്രയും കൂടുതൽ ഉപയോഗിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ കാരണം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ഇത് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ കിലോമീറ്റർ ഓടുന്നതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിയും വളരെ കൂടുതൽ കിലോമീറ്റർ EV എടുത്തതിന് ശേഷം ഉപയോഗിക്കുന്നുണ്ട്. ലാഭത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സംഗതിയും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അപ്പോൾ ഈ സെക്കൻഡറി വെഹിക്കിളിൻ്റെ കാര്യം പറയുമ്പോൾ 2023 ഒരു ബാംഗ്ലൂരിലെ ഒരു EVയുടെ ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടതിനകത്ത് 130 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഓണേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ആ 130 പേര് റെസ്പോണ്ട് ചെയ്തത് 77 പേർക്ക് അവരുടെ പ്രൈമറി വെഹിക്കിളായിട്ടുള്ള കാറായിട്ട് EV മാത്രമേ ഉള്ളൂ. കാറും ബൈക്കും എല്ലാം കൂടെ ചേർത്തിട്ട് അവർക്കുള്ള ആകെപ്പാടെ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, EV മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് 59% ആൾക്കാർക്ക്. പിന്നെ അതല്ല, EV കൂടാതെ കാറായിട്ട് വേറൊരു ഐസ് വാഹനവും കൂടെ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അതായത് അതില്ലാത്തവരാണ്, സെക്കൻഡറി ആയിട്ട് ഒരു കാർ ഇല്ലാത്ത ആൾക്കാർ, ഞാൻ ബൈക്കിൻ്റെ കാര്യം കൺസിഡർ ചെയ്തിട്ടില്ല, ബൈക്കിൻ്റെ കാര്യം പെട്രോൾ ആയിട്ടുള്ളതും എല്ലാം കൂടെ ചേർത്തിട്ട് 103 പേരുണ്ട്. അതായത് 79% ആൾക്കാർ. സോ നിങ്ങളിപ്പോൾ റോഡിൽ കാണുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് നോക്കാം, മിക്ക ആൾക്കാർക്കും പ്രൈമറി വെഹിക്കിൾ ആയിട്ടുള്ളത് ഇത് EV മാത്രം ആയിരിക്കാനാണ് സാധ്യത. ഞാൻ കൂടുതൽ പേരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഒന്നിലധികം EVകളുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ EVയുടെ കൂടെ ഒരു ബൈക്കും കൂടെ കൈ വെച്ചിട്ടുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സാധാരണ വണ്ടിയുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കൂടുതലും EV ഉള്ള ആൾക്കാർ, EV പ്രൈമറി ആയിട്ട് തന്നെ വെച്ചിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് ചിലപ്പോൾ എൻ്റെ സാമ്പിൾ എടുത്തിരിക്കുന്നതിൻ്റെ തെറ്റായിരിക്കാം. ഇത് ജസ്റ്റ് ഞാൻ പണ്ടത്തെ ഒരു കോള് വാട്സാപ്പിൽ തപ്പിയപ്പോൾ കിട്ടിയാണ്. പിന്നെ EVയിലെ ദൂരയാത്ര, അത് അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻ്റെ അഭാവം. ആക്ച്വലി നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള നല്ലൊരു ശതമാനം ആൾക്കാർ EVന്ന് ഇപ്പോൾ കാശ്മീർ വരെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ അഡ്വഞ്ചറസ് ട്രിപ്പാണെന്ന് പറയും. ഞാനും പേഴ്സണലി EVയിലുള്ള ദൂരയാത്രയെ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒന്നോ മാക്സിമം 2 ചാർജിങ് സ്റ്റേഷനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് ചാർജിങ് സ്റ്റേഷൻസ് ഇല്ലാത്ത റൂട്ടാണെന്നുണ്ടെങ്കിൽ ലോങ് ഡ്രൈവ് പോകുന്നതിനോട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ ഇത് റിക്വയർമെൻറ്റ് പ്രശ്നം മാത്രമല്ല വരുന്നത്, അത് കൂടാതെ സ്പീഡ് എന്നത് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇപ്പോൾ ഒരു ഫാക്ടറാണ്. സോ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും കൂടെ വ്യത്യാസം വന്നാൽ മാത്രം, അത് ഇച്ചിരിയുടെ സ്പീഡായി വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവ് അതുപോലത്തെ സംഗതികളൊക്കെ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിവത് 1-2 ഫാസ്റ്റ് ചാർജിങ് ഉള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര ദൂരമാണോ നിങ്ങൾക്ക് റുട്ടീനായിട്ട് പോകേണ്ടി വരുന്നത് അതിനനുസരിച്ച് റേഞ്ച് ഉള്ള ഒരു വണ്ടി വാങ്ങിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ റണ്ണിങ് കോസ്റ്റിന് അതായത് പുള്ളി ഈ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. റണ്ണിങ് കോസ്റ്റ് ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും ചിലവ് കുറവാണ് എന്നാണ് എല്ലാവരും ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇത് വളരെ ശരിയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പെർ ഡേ ഒരു 50 കിലോമീറ്റർ താഴെ, അതല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 1000 കിലോമീറ്റർ താഴെ, അല്ലെങ്കിൽ ഒരു 1500 കിലോമീറ്റർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത്രയും ലാഭം വരത്തില്ല. അത് നിങ്ങളുടെ യൂസേജ് വെച്ചിട്ട് ഒന്നുകൂടെ കണക്കൂട്ടി നോക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ ഒരു 1500 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിലും മേ ബി ഒരു ബ്രേക്ക് ഈവൻ ആയേക്കാം. സോ അത്രയൊക്കെ യൂസേജ് കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാറുന്നുണ്ട്. ബേസിക്കലി ഇത്രമേ ഉള്ളൂ. സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാണ് നിങ്ങൾ EVയിലേക്ക് മാറുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലൊരു തീരുമാനം ആയിരിക്കണമെന്നില്ല മിക്ക ആൾക്കാർക്കും. എല്ലാ ആൾക്കാർക്കും അല്ല, ചില ആൾക്കാർക്ക് വളരെയധികം ലാഭം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ബേസിക്കലി എല്ലാവരും EVയിലേക്ക് വരുന്നത് പലരും ഇതിൻ്റെ കാര്യമൊന്നും നോക്കുകയോ അറിയുകയൊന്നും ചെയ്യാതെ EV ലാഭമാണ്, അതല്ലെങ്കിൽ ആരോടെങ്കിലും നിർത്തിയിട്ട് വഴിയെ പോകുന്ന EV നിർത്തിയിട്ട് എങ്ങനെ കൊണ്ട് വണ്ടി എന്ന് വെച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബേസിസിൽ EVയിലേക്ക് മാറുന്ന ആൾക്കാരാണ് പലരെയും കണ്ടിട്ടുള്ളത്. EV എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് റേഞ്ച് എങ്ങനെയാണ് നോക്കേണ്ടത്, റേഞ്ചിൻ്റെ എത്ര ശതമാനം ഉപയോഗിക്കാനൊക്കെ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അധികം ആലോചിച്ചില്ല. ഒരു സാധാരണ ഐസ് വണ്ടി വാങ്ങിക്കുന്ന ഒരു ലാഭത്തോടെ പോയി വാങ്ങിക്കുന്ന പല ആൾക്കാരെ എനിക്കറിയാം. അതല്ല ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തിട്ടും പ്രശ്നം ഉണ്ടായിട്ടുള്ളവരുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കോമൺ ആയിട്ട് കൂടുതലും കാണാറുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇനി EV എടുക്കാൻ പോകുന്നവർ ബേസിക്കലി നോക്കേണ്ട കാര്യം നിങ്ങളുടെ ഉപയോഗത്തിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതാണ്. ലാഭം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. EV എടുക്കുന്നത് ഓരോ ആൾക്കാരുടെയും യൂസേജിന് വ്യത്യാസം കാണും. ചില ആൾക്കാർക്ക് ഒരു മാസം ചിലപ്പോൾ 2000-2500 കിലോമീറ്റർ ഓട്ടം കാണും. പക്ഷേ ആ ഓട്ടം എന്ന് പറയുന്നത് പലപ്പോഴും ഒറ്റ സ്ട്രെച്ചിൽ 300-350 കിലോമീറ്റർ 400 കിലോമീറ്റർ ഒക്കെ ഓടാനായിരിക്കും. അതും ടൈം കൺസേൺഡ് ആയിരിക്കും. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ എന്നൊക്കെ. അതല്ല, റുട്ടീനായിട്ട് നിങ്ങൾ A to B എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവരാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു 60% ചാർജ് വെച്ച് തന്നെ സുഖമായിട്ട് പോയിട്ട് വരാൻ ഒക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഉപയോഗപ്രദമാകും. അല്ലെങ്കിൽ സിറ്റിയിൽ തന്നെ നടന്ന് കുറേ ഓടേണ്ടി വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല രീതിയിൽ ലാഭമായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക EVയിലേക്ക് തിരിയുമ്പോൾ. ഓക്കെ, ഇനി പുള്ളി പറഞ്ഞിരുന്ന കാര്യം അതിനകത്ത് ദോഷങ്ങളുടെ കാര്യമാണ്. അതായത് EVയുടെ ഗുണങ്ങളെക്കാട്ടിയും കൂടുതൽ ദോഷങ്ങളാണ്. എന്നിട്ട് പുള്ളി ദോഷങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പുള്ളി EVയുടെ മെയിനായിട്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് മിസ്സായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആദ്യം പറയാം. അതായത് ദോഷങ്ങളുടെ കാര്യം പറയുമ്പോൾ പുള്ളി പറഞ്ഞേക്കുന്ന ഒരു 7-8 വർഷം, അതല്ലെങ്കിൽ മാക്സിമം ഒരു 10 വർഷം വരെ EV ചിലപ്പോൾ ഓടിയെന്ന് വരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒരു മാസം 1500 കിലോമീറ്റർ വെച്ച് ഓടുന്ന ഒരാളെ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 8 വർഷം കൊണ്ട് ഏതാണ്ട് 1.44 ലക്ഷം കിലോമീറ്റർ,
അതല്ല 10 വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ 1,80,000 കിലോമീറ്റർ ആണ് ഓടുന്നത്. സോ അത്രയും ഓടുമ്പോൾ ലാഭമായിട്ട് പുള്ളിയുടെ കണക്ക് വെച്ചിട്ട് ഞാൻ പറയുക, അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരും, അത് ഓരോരുത്തരുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും. നമുക്കത് മീൻസ് റഫായിട്ട് പറയുന്നത് ശരിയല്ല. അത് ഓരോ ആൾക്കാരുടെ ഈ ലാഭം നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ജനറലൈസ് ചെയ്യാനൊക്കെ ഒരു ടൈമില്ല, നിങ്ങളുടെ ഉപയോഗത്തിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ പുള്ളി പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 6.46 ലക്ഷം രൂപ 8 വർഷം കൊണ്ട് ലാഭിക്കാം. അതല്ല 10 വർഷം കൊണ്ടാണെങ്കിൽ 8.08 ലക്ഷം രൂപ ലാഭിക്കാം. സോ ഇത്രയും ലക്ഷം രൂപ ലാഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടിയാഗോ ഇവിടെ എനിക്കൊന്ന് 12-13 എന്താണ് പറഞ്ഞത്. സോ അത്രയും ലക്ഷം രൂപയുടെ ഒരു ബാറ്ററിക്ക് ഓൾറെഡി ഇത് റിലീസ് ചെയ്തതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ബാറ്ററിയുടെ കോസ്റ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ ബാറ്ററി പാക്ക് വാങ്ങിച്ച് വെക്കാം. മെക്കാനിക്കൽ ഇതെല്ലാം കുറവാണ് എന്നുള്ളതുകൊണ്ട് വിയർ ആൻഡ് ടിയറും സംഗതികളൊക്കെ റിലേറ്റീവ് കുറവാണ്, വൈബ്രേഷൻ കുറവാണ്, നോയ്സ് കുറവാണ്. ഇതൊക്കെ കൊണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ആ വണ്ടിയുടെ ബാറ്ററി പാക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വണ്ടി കണ്ടിന്യൂസ്ലി ഓടിക്കാൻ വെക്കും. പിന്നെ കിട്ടുന്നത് മൊത്തം ലാഭമായിരിക്കും. ഓക്കെ, കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലാഭത്തിനകത്തുനിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ബാറ്ററി വാങ്ങിക്കാൻ വെക്കുന്നത്. ആ ബാറ്ററി വെച്ച് ആ ബാറ്ററിക്ക് വീണ്ടും 8 വർഷം അല്ലെങ്കിൽ 1.6 ലക്ഷം കിലോമീറ്റർ ലൈഫ് കിട്ടും, അല്ലെങ്കിൽ വാറണ്ടി കിട്ടും. ഇനി തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇതേ ബാറ്ററികളുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് വർഷത്തിലല്ല, എത്ര സൈക്കിൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രാക്ടിക്കലി ഒരു 200 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 സൈക്കിൾ, NMC ബാറ്ററിക്കൊക്കെ 1500 സൈക്കിൾ പറയുന്നത്, LFP ബാറ്ററിക്ക് അതിൽ കൂടുതൽ 2000-2500 ഒക്കെ കിട്ടും. 1500 സൈക്കിൾ വെച്ച് നോക്കിയാൽ തന്നെ 3 ലക്ഷം കിലോമീറ്റർ ഓടും. അതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഓട്ടം ഉള്ള ഒരാൾക്ക് പോലും ഈ 3 ലക്ഷം കിലോമീറ്റർ ഒക്കെ വേറെ എഞ്ചിൻ പണിയും സംഗതികളൊന്നും വരാതെ ഓടിക്കും, അല്ലെങ്കിൽ എഞ്ചിൻ പണിയൊന്നും വരുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ കാര്യമായ എക്സ്ട്രാ സാമ്പത്തിക നഷ്ടമൊന്നും ഇല്ലാതെ 3 ലക്ഷം കിലോമീറ്റർ ഓടേണ്ടതാണ്. പിന്നെ പ്രായോഗികമായിട്ട് ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ വണ്ടി എടുത്തപ്പോഴും ഈ പറഞ്ഞ ലിഥിയം അയൺ ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നില്ല. കാര്യം ഈ പറഞ്ഞ പോലെ റയറായിട്ട് കുറേ ബാറ്ററികൾക്കൊക്കെ പ്രശ്നം എന്നുള്ളതല്ലാതെ ഭീകരമായ ഇഷ്യൂസും സംഗതികളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ചില കമ്പനിയുടെ ബാറ്ററികൾക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്. പലർക്കും 1 ലക്ഷം ആവുന്നതിന് മുമ്പ് തന്നെ പലതവണ ബാറ്ററി മാറ്റേണ്ട സിറ്റുവേഷൻ സംഗതികളും എല്ലാം വരുന്നുണ്ട്. സോ അത് കാരണം അങ്ങനെ ഒരു പ്രായോഗികമായി ചില മാനുഫാക്ചറിങ് ഇതിനെല്ലാം പ്രശ്നങ്ങൾ കാണും. പക്ഷേ കോമൺ ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മാനുഫാക്ചറിങ്സിനും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതായിട്ട് ഞാൻ അധികം ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടുള്ളവരുമായിട്ട് ഒന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതെല്ലാം ഇനി വർഷങ്ങൾ കഴിയുമ്പോഴേ കൃത്യമായിട്ട് പറയാനൊക്കത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ മാനുഫാക്ചറിങ് ഇത് വെച്ചിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റീവായിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ EV ആണ്, 2020 എടുത്ത വണ്ടിയാണ്. അത് 85,000 കിലോമീറ്റർ എൻ്റെ ബാറ്ററിക്ക് പണി കിട്ടി. മീൻസ് പണി കിട്ടിയെന്ന് വെച്ചാൽ മാറ്റേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ 1.91 വരെ ഓടിയിട്ടുണ്ട്, 93 കിലോമീറ്റർ, 1.93 വരെ ഓടിയിട്ടുണ്ട്. സോ ഈ 85,000 മാറ്റിയ ബാറ്ററി പാക്ക് ഒരു റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആയിരുന്നു, ഏകദേശം സെയിം SOH വരുന്ന ഒരു റീഫർബിഷ്ഡ് ബാറ്ററി പാക്ക് ആയിരുന്നു. ആ ബാറ്ററി പാക്ക് ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടും അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ള പോസിറ്റീവാണ്. ഞാൻ പോസിറ്റീവ് മാറ്റി വെച്ചല്ല പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് അതിനകത്ത് വീണ്ടും പൈസ അടക്കാൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബാറ്ററി പുതിയത് വാങ്ങിച്ചു വെക്കാനായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ബാക്കിയുള്ള കമ്പനികൾക്ക് അത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഇത് കൂടാതെ ബാറ്ററിയുടെ വില എന്ന് പറയുന്നത് ഇതെല്ലാം അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും വണ്ടികളെല്ലാം വരുന്നതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ വില, ലിഥിയത്തിന്റെ വിലയൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി മാറ്റേണ്ടി വരുമ്പോൾ ഈ പറയുന്ന വലിയ എമൗണ്ട്സ് ഒന്നും കൊടുക്കേണ്ടി വരണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ വിൻസർ ഇതിൻ്റെയൊക്കെ ബാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ സംഗതി വന്നപ്പോൾ ഏകദേശം പെർ കിലോ വാട്ട് എത്ര രൂപ വെച്ചിട്ട് അവർ അസസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഭാവിയിൽ ഇനി ബാറ്ററിയുടെ വില താഴേക്കായിരിക്കും. അത് പണ്ട് എടുത്തിട്ടുള്ളവർക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഇനി എടുക്കാൻ പോകുന്നവർക്കെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും. ഓക്കെ, റീസെയിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നം പറയുന്നത്, റീസെയിൽ ഇല്ല എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ്, ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏത് ടൈപ്പ് വണ്ടിയാണ് എടുക്കാൻ പോകുന്നത്, അത് ആർക്കാണ് വിൽക്കുന്നത്, വാങ്ങിക്കുന്ന ആൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് പോയിന്റ്സ് കിടപ്പുണ്ട്. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാൻ നോക്കും. ബാറ്ററി മാറ്റിയാൽ ഒരു പുതിയ വണ്ടി പോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ നോക്കും, അത്യാവശ്യം നീറ്റായിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ 91 ആയിട്ടും എനിക്ക് എൻ്റെ വണ്ടി മാറ്റണമെന്ന് ഒരു ഇതും തോന്നിയിട്ടില്ല. ഓക്കെ, ഇത് പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ബാറ്ററി പാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ച് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ എനിക്ക് വണ്ടി മാറ്റണമെന്ന് വലിയ ഇഷ്യൂ വന്നിട്ടില്ല, തുരുമ്പിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല. അത് ഒരു പ്രശ്നമാണ്, അതും കൂടെ ശരിയാക്കി എടുക്കണം. ഒക്കുമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അത് കൂടാതെ റീസെയിൽ കിട്ടുന്ന വില, ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഒരു 13 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചൊരു വണ്ടി നിങ്ങൾ 10 വർഷം അല്ലെങ്കിൽ 1.8 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 6 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. സോ ആ ലാഭം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വണ്ടി റീസെയിൽ കൊടുത്താൽ കിട്ടുന്നതിനെക്കാട്ടിയും കൂടിയ വില, ഒരു 1.5 അല്ലെങ്കിൽ 1.8 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി റീസെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും രൂപ കിട്ടുമോ സാധാരണ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാൻ റീസെയിൽ അധികം നോക്കാത്ത ആയതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് പറയാൻ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, എന്തായാലും റീസെയിലിൻ്റെ കാര്യം ഓക്കെ. പിന്നെ ദോഷങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പോയിന്റാണ് ബേസിക്കലി പുള്ളിയുടെ ഞാൻ റെസ്പോൺസ് ഇടാനായിട്ട് കാര്യം. ഇത് പുള്ളിയുടെ കാര്യം മാത്രമല്ല, മലിനീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൊല്യൂഷനെ കുറിച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ടെയിൽ പൈപ്പ് എമിഷനെ കുറിച്ച് മാത്രമാണ് ഐസിൻ്റെ കാര്യത്തിൽ എല്ലാവരും മിണ്ടുന്നത്. എന്നാൽ ബാക്കിയുള്ളിടത്തെല്ലാം, അതായത് ബാക്കിയുള്ള EVയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും കോൾ പ്ലാന്റിൻ്റെ അടുത്തും പോകുന്നുണ്ട്.
ഇത് സത്യം പറഞ്ഞാൽ ഈ കോളിൻ്റെ അവിടെ ഈ തെർമൽ പ്ലാന്റിൻ്റെ അവിടെ പോകുന്നതും അതേപോലെ തന്നെ ടെയിൽ പൈപ്പ് മാത്രം നോക്കുന്നതും ഇത് രണ്ടും പ്രശ്നങ്ങളാണ്. ഈ രണ്ടെണ്ണത്തിനും ചെയ്യാൻ ഒക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഏരിയ പറയാം. അതായത് നമ്മളിപ്പോൾ ഐസ് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ അത് ഈ പറയുന്ന പോലെ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ക്രൂഡ് ഓയിൽ മൈൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് കടൽ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിഫൈൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ലോക്കലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മളുടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ എത്തുന്നുണ്ട്. പിന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ടെയിൽ പൈപ്പ് എമിഷൻ വരുന്നുണ്ട്. സോ ഈ ഓരോ ഭാഗത്തും പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. മൈൻ ചെയ്യുമ്പോൾ മിഷനറീസ് റൺ ചെയ്യുന്നുണ്ട്, അവിടെ പൊല്യൂഷൻ ഉണ്ട്. സീ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആക്ച്വലി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കപ്പൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് സാധാരണ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അറിവ്. സോ അങ്ങനെ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ റിഫൈൻ ചെയ്യുന്നിടത്ത് മിഷനറീസ് ഉണ്ട്, അത് കാരണം പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ടെയിൽ പൈപ്പ് എമിഷൻ, അവസാനം നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിക്കകത്തുള്ള എമിഷൻസ്. ഇ വിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ വിക്കകത്ത് കോളിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്ത് നോക്കിയിരിക്കുന്നത്. കോളാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 60% കോൾ കേരളത്തിനകത്ത് തന്നെ. ഐസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ കൂടുതലും പുറത്തുനിന്ന് വരുന്നതാണ്. സോ കോളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൽക്കരിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈനിങ്ങിന് പൊല്യൂഷൻ വരുന്നുണ്ട്. ലോക്കലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് അവിടെയും പൊല്യൂഷൻ വരുന്നുണ്ട്. തെർമൽ പ്ലാന്റിൻ്റെ ഓപ്പറേഷനിലും പൊല്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ തെർമൽ പ്ലാന്റിൻ്റെ ഓപ്പറേഷനകത്തുള്ള പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ടെയിൽ പൈപ്പ് പൊല്യൂഷൻ, അതായത് നമ്മുടെ വാഹനത്തിനകത്തെ എഞ്ചിൻ്റെ വർക്കിംഗുമായിട്ടാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ നോക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ തെർമൽ പ്ലാന്റ് ആയിരിക്കണം കൂടുതൽ എഫിഷ്യൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഇതുമായിട്ട് വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്യാം. നോർമലി തെർമൽ പ്ലാന്റ് ആയിരിക്കണം കൂടുതലും എഫിഷ്യൻ്റ് ആയിരിക്കുന്നത്. കാരണം ഇത് മൂവിങ്ങും ആയിരിക്കത്തില്ല. അത് മാത്രമല്ല ഒരിടത്തുനിന്ന് മീൻസ് റുട്ടീനായിട്ട് വൈബ്രേഷനൊന്നും വരുന്ന സംഗതി ആയിരിക്കത്തില്ല. മീൻസ് മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന സാധനമാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സാധാരണ ഒരു കാറിനെ പോലെ ഒരു ചെറിയ എഞ്ചിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കാനാണ് സാധ്യത. ബാക്കിയുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടേഷനും ഓക്കെ. പിന്നെയുള്ള ഈ റിഫൈനിങ്ങും സീ ട്രാൻസ്പോർട്ടേഷനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. ഓക്കെ. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇ വിയുടെ കാര്യം ഐസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ വിക്ക് എങ്ങനെ നോക്കിയാലും പൊല്യൂഷൻ കുറവായിരിക്കണം എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇത് കൂടാതെ ആൾക്കാർ പറയുന്നതാണ് ലിഥിയം മൈനിങ്, അതിൻ്റെ പ്രോസസ്സിങ്ങും, പിന്നെ അത് കപ്പൽ വഴിയാണല്ലോ വരുന്നത്. ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ ലൈഫിൽ 1, 2, 3 തവണയൊക്കെ ആയിരിക്കും ബാറ്ററി മാറ്റി വയ്ക്കേണ്ടി വരുന്നത്, നല്ല ബാറ്ററി ആണ് എന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വലിയ പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. ഓക്കെ. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഒരു തവണ വന്ന് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒക്കെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഞാൻ പറയാം. സോ ഇപ്പോൾ തെർമൽ പ്ലാന്റിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യവും ഞാൻ പറഞ്ഞു. അതായത് തെർമൽ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് കൂടാതെ എന്തായാലും ട്രാൻസ്മിഷൻ ലോസ് മെക്കാനിക്കൽ ഡിവൈസിനെ അപേക്ഷിച്ച് ഇലക്ട്രോണിക്സിന് കുറവായിരിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ. തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യം ഇത്രയും ഈ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ഇത്രയും വേറെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യം ഇത്രയും ഫോക്കസ് ചെയ്ത് ഞാൻ പറയുന്നത്. അത് കൂടാതെ പൊല്യൂട്ട് ചെയ്യുന്ന ഏരിയയുടെ കാര്യം, അതായത് ഇപ്പോൾ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനം അല്ലെങ്കിൽ മറ്റ് ഇ വികളാണെങ്കിലും കൂടുതലും ഓടുന്നത് മനുഷ്യവാസമുള്ള സ്ഥലത്തായിരിക്കും, സിറ്റിയിലൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് അവിടുത്തെ ടെയിൽ പൈപ്പ് എമിഷൻസ് അവിടെയുള്ള ആൾക്കാരെ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്ന സംഗതികളായിരിക്കും. ഓക്കെ. പക്ഷേ എന്നാൽ നമ്മളുടെ തെർമൽ പ്ലാന്റ്സിലൊക്കെ അവിടെയൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരിയുടെ റിമോട്ടായിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റാനൊക്കും. അവിടെ കൂടുതൽ ചെടികളെല്ലാം നട്ടു വളർത്തി കുറച്ചുകൂടെ ഇച്ചിരിയുടെ എളുപ്പമായിരിക്കും അവിടെ മാനേജ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവിടെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു സിറ്റിയുടെ നടുക്ക് വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. അല്ല, സിറ്റിയിലെ പൊല്യൂഷൻ ഇതുകൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് വെഹിക്കിൾ വഴി ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ അത് കാരണം എന്തുകൊണ്ട് ഇ വികൾ കാരണം നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ അതിനകത്ത് കേരളം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല. കാരണം കേരളത്തിനകത്ത് കുറേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ടെങ്കിലും പുറത്തുനിന്ന് അത്യാവശ്യം നല്ലപോലെ വൈദ്യുതി വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അത്ര ക്ലീൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കൂടെ കൺസിഡർ ചെയ്താലും ഈ സാധാരണ ഐസ് വാഹനങ്ങളെ അപേക്ഷിച്ച് ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഇത് കൂടാതെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. നമ്മളുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് പറയുന്ന സാധനങ്ങൾ അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് കത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുകയായിട്ട് പോകുന്നല്ല, അതിനെ റീയൂസ് ചെയ്യാനും നോക്കില്ല. പക്ഷേ ഇതിനകത്തുള്ള ബാറ്ററി എന്ന് പറയുന്ന സാധനം നമുക്ക് ബാറ്ററിയുടെ സെൽസും സംഗതികളും ഒക്കെ കേടായി പോയാൽ പോലും അത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ ഒക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ലിഥിയം തന്നെ സെപ്പറേറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ ഒക്കുന്ന കാര്യം. അത് കൂടാതെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻസും സംഗതികളും പലതും നമുക്ക് റീയൂസ് ചെയ്യാൻ ഒക്കുന്ന സാധനങ്ങളായിരിക്കും. സോ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഇതിൻ്റെ കാര്യത്തിൽ പറയാനുണ്ട്. ഓക്കെ. ഇനി ദോഷങ്ങൾ പറഞ്ഞതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതായത് എനിക്ക് വിട്ടുപോയി എന്ന് തോന്നിയ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇ വി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു എവല്യൂഷൻ ഫേസിലാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, വർഷങ്ങൾ, കുറേ അധികം വർഷങ്ങൾ, അതായത് നമ്മളൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ വളരെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ ഐസ് വാഹനങ്ങൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പേ ഇ വിസ് ഉണ്ട്, ബാറ്ററിയിൽ ഓടുന്ന വണ്ടികളുണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഫോക്കസ് പോയി. ഈ പറഞ്ഞ പോലെ ഐസ് വണ്ടികൾ വളരെയധികം പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അതിന് വലിയ ഫോക്കസ് കിട്ടിയിട്ടില്ല. ഈ അടുത്തിടയ്ക്കാണ് ഇ വിസിനൊക്കെ വളരെയധികം ഫോക്കസ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഇ വി അതിനകത്തൊരു ഡെവലപ്മെൻ്റ് ഒക്കെ കൂടുതൽ വന്നത്. സോ അപ്പോൾ ഇ വി ഇപ്പോഴും അങ്ങനെയുള്ള ഒരു ഇവോൾവ് ചെയ്യുന്ന ഫേസിലാണ്. പക്ഷേ പെട്രോൾ വണ്ടികളൊക്കെ പണ്ട് തൊട്ടേ ഇവോൾവ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് നിൽക്കുകയാണ്. സോ ഇപ്പോൾ റോഡിൽ ഓടുന്ന ഒരു ഐസ് വാഹനത്തെ എടുത്ത് നമ്മൾ ഇ വി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ല. ഒരാൾക്ക് വാങ്ങിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ രണ്ടും അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാമെന്നുള്ളതല്ലാതെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസിലുള്ള ഒരു സാധനവും മെച്ചുവർ ആയിട്ടുള്ള ഒരു ഫേസിലുള്ള സാധനമായിട്ട് കമ്പയർ ചെയ്യുന്നത് വലിയ മീനിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നല്ല. സോ അതുകൊണ്ട് തന്നെ ഇവല്യൂഷൻ ഫേസ് നിൽക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും അതല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ എക്സ്ട്രാ നമുക്ക് ആലോചിച്ചിട്ട് വാങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ കൺസിഡർ ചെയ്യേണ്ടതാണ്. വെറുതെ പോയി കടയിൽ നിന്ന് വരുന്ന ഒരു ഐസ് വണ്ടി, സാധാരണ ഒരു പെട്രോളോ ഡീസലോ വണ്ടി പോയി കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഓടിച്ച് നോക്കി വാങ്ങിച്ചു എന്നുള്ള രീതി വാങ്ങിക്കാൻ പാകത്തിനുള്ള ഒരു സാധനമാണ് EV എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയ ശേഷം ഉപയോഗിക്കുക. അതാകുമ്പോൾ ആർക്കൊക്കെയാണോ അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് ആർക്കൊക്കെയാണോ ഉപയോഗത്തിൽ വരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ അത് ഉപയോഗിക്കാൻ നോക്കും. അതല്ലാതെ വാങ്ങിച്ചുകൊണ്ട് പോയതിനു ശേഷം അയ്യോ ഇത് ഓടുന്നില്ല, അതല്ലെങ്കിൽ ഇതെനിക്ക് ആവശ്യത്തിനുള്ള റേഞ്ച് തരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം നടക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ അത് ഉപകാരപ്പെടും. ഓക്കെ, അത് കൂടാതെ EVയുടെ കാര്യത്തിൽ ബാറ്ററിയുടെയും കാര്യത്തിൽ മിക്ക കമ്പനിക്കാരും നല്ല വാറണ്ടി തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി സാധാരണഗതി 3 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ചില കമ്പനിക്കാർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് 6 വർഷം വരെയൊക്കെ കിട്ടുന്നുണ്ട്. സോ വാഹനത്തിനകത്തുള്ള കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ DC കൺവെർട്ടർ, അല്ലെങ്കിൽ ഓൺബോർഡ് ചാർജർ, അതല്ലെങ്കിൽ AC റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്. ആക്ച്വലി ബേസിക്കലി AC എല്ലാം സെയിം സിസ്റ്റം തന്നെ ആയിരിക്കും IC ഇക്വലന്റുമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ DC മോട്ടർ ആയിരിക്കും അതിനകത്തുണ്ടായിരിക്കുന്നത്. അത് കാരണമുള്ള മൗണ്ടിങ്ങും സംഗതികളും എല്ലാം ആ സാധനം വന്നാലേ നടക്കത്തുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെ വിലയുടെ സംഗതി, അതേപോലെ തന്നെ ചാർജിങ് പോർട്ട്, ചാർജിങ്ങിനുള്ള കേബിൾ, ഇതുപോലെ സംഗതികൾക്കൊക്കെ അത്യാവശ്യം വില വരുന്നുണ്ട്, നല്ല വില വരുന്നുണ്ട്. ഇപ്പോൾ PDU എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നെക്സൺ പ്രൈമിൻ്റെ PDUവിന് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്നുണ്ട്. പക്ഷേ ഇതിന് പണ്ട് ചൈൽഡ് പാർട്ട് ഇല്ലായിരുന്നു. പല ആൾക്കാരും കുറേ അധികം നിർബന്ധിച്ചിട്ടാണോ അല്ലയോ എന്നറിയത്തില്ല, ഫ്യൂസ് ഒക്കെ ചൈൽഡ് പാർട്ടായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു PDUവിന്. പക്ഷേ മറ്റ് പല സാധനത്തിനും അതുപോലെ ചൈൽഡ് പാർട്ടൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇനി ആവുമോ, റിപ്പയറിങ്ങിൻ്റെ കാര്യം എന്തൊക്കെയാവുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. നമ്മൾ ലാഭത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഇതുപോലുള്ള സാധനങ്ങൾക്ക് ഇത്രയും വിലയുണ്ട്, സ്റ്റാൻഡേർഡ് വാറണ്ടി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞ് ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ്. എന്തിനെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഐസ് വാഹനങ്ങൾക്ക് ഇതിനൊന്നും കുറവില്ല കേട്ടോ. ഐസ് വാഹനങ്ങളും സെൻസേഴ്സും അതേപോലത്തെ മൊഡ്യൂൾസും സംഗതികളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ് എന്തായാലും കാണും എല്ലാ വാഹനങ്ങൾക്കും. സോ അതൊരു ഇലക്ട്രോണിക് സാധനം. സോ അത് അടിച്ചു പോയാൽ പോകും എന്നുള്ള പോലെ ഇത് അടിച്ചു പോകുമെന്നല്ല പറയുന്നത്. ഇലക്ട്രോണിക് സാധനമാണ്. അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നത് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വരിക. സോ അതിൻ്റെ കാര്യങ്ങളും കൂടെയൊക്കെ കൺസിഡർ ചെയ്തേക്കാം. മീൻസ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കമ്പനിക്കാരോട് ഇതെല്ലാം ചോദിക്കാം. എന്താണ് ഇതിൻ്റെ പോളിസി, എന്ത് ചെയ്യും, ഇതിന് എത്ര സമയം എടുക്കും, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം വാങ്ങിക്കാൻ പോകുമ്പോൾ. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് പലതിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒക്കുമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു വെച്ചിരിക്കുക. EV ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നോക്കുക. അത് കിലോമീറ്ററും കൂടെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് കിലോമീറ്റർ കവർ ചെയ്യുകയാണെങ്കിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു വെച്ചേക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യം വരുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സിപ്പായിട്ടോ അതല്ലെങ്കിൽ ആദ്യമായിട്ടോ എന്നാണ് നിങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചേക്കുക ഈ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനായിട്ട്. വണ്ടിയുടെ എക്സ്റ്റൻഡ് വാറണ്ടി തീരുന്നതിന് ഒരു 3-4 മാസം മുമ്പ് തന്നെ ഇത് റിന്യൂ ചെയ്തേക്കുക. കാരണം എക്സ്റ്റൻഡ് വാറണ്ടി സാധാരണ സ്റ്റാൻഡേർഡ് വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ ഒക്കില്ല. സോ സ്റ്റാൻഡേർഡ് വാറണ്ടി തീരുന്നതിന് ഒരു 2-3 മാസം മുമ്പെങ്കിലും അതിൻ്റെ കാര്യം അന്വേഷിച്ചിട്ട് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ നോക്കുക. ഇതൊക്കെ പലർക്കും അറിയത്തില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, എങ്കിലും ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചെണ്ണം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് ഗുണങ്ങളുടെ കാര്യത്തിൽ ആകപ്പാടെ പറഞ്ഞേക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇൻഷ്യൽ ടോർക്ക് അല്ലെങ്കിൽ ലാഗ് ഇല്ല എന്നുള്ളതാണ്. അത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈലൈറ്റ് ചെയ്യാത്തൊരു സംഗതിയുണ്ട്, റേഞ്ചിൻ്റെ കാര്യം. അതായത് നിങ്ങൾ ഭയങ്കര ഇൻഷ്യൽ ടോർക്ക് ബെനിഫിറ്റ് എടുത്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലോർ ചെയ്തൊക്കെ ഓടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ് വണ്ടികളെക്കാട്ടിയും കൂടുതൽ ഇതിൻ്റെ റേഞ്ച് കുറയും. അതിന് കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഐസ് വാഹനങ്ങൾക്ക് പെർഫോമൻസ് ഒരു ലെവലിന് അപ്പുറത്തേക്ക് പോകത്തില്ല. അത് മെക്കാനിക്കലി ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി. കാരണം നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി താത്തിയാൽ ഒരു ലാഗ് കഴിഞ്ഞിട്ടായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുക. അത് റെസ്പോണ്ട് ചെയ്താൽ തന്നെ ഒരു RPM മുകളിൽ പോയി കഴിഞ്ഞാൽ ചൂടാവും എന്നല്ലാതെ നമുക്ക് പെർഫോമൻസ് അധികം കിട്ടില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്. സോ അതുകൊണ്ട് നമുക്ക് ഐസ് വണ്ടികൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിലുള്ള ഡ്രോപ്പ് അതിനനുസരിച്ചായിരിക്കും. നമ്മൾ വളരെ റാഷായിട്ട് ഓടിച്ചാലും നമുക്ക് അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടികളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് കുറയുന്നതിന് ഒരു ലിമിറ്റ് കാണും. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ് EVകൾ. അത് മാത്രമല്ല ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് റെസ്പോൺസും കിട്ടും. സോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കാലുകൊടുത്താണ് ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാറ്ററി തരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടിയാഗോയ്ക്കകത്തിരിക്കുന്ന ഒരു 55 കിലോവാട്ടിൻ്റെ മോട്ടറാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 24 കിലോവാട്ട് ബാറ്ററി പാക്ക്. ഈ 55 കിലോവാട്ടിൻ്റെ മോട്ടറിനെ ഫുള്ളി ലോഡായിട്ട് അങ്ങനെ ഓടിക്കാൻ ഒക്കില്ല. പക്ഷേ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ പോലും ഓടാനുള്ളതില്ല. അരമണിക്കൂർ പോലും കഷ്ടിച്ചോടും, അത്രയുമേ ഉള്ളൂ. അരമണിക്കൂർ പോലും ഓടാനുള്ള കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ അത്രയും പവർ കൊടുത്ത് ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും പെർഫോമൻസ് ആയിട്ട് ഓടിക്കേണ്ട ഒരു റിക്വയർമെന്റ് ഇല്ല. പക്ഷേ ഇപ്പോൾ ഇൻഷ്യൽ ടോർക്കും അല്ലെങ്കിൽ നോലാഗും ഒക്കെ പറയുമ്പോൾ അത് റേഞ്ചിനെ ഭീകരമായി അഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തേക്കാം. പിന്നെ ഇത് കൂടാതെ നിലവിലെ ചില സാഹചര്യങ്ങളിൽ ഇന്ധന ചിലവ് നിങ്ങൾക്ക് ലാഭം കിട്ടും. ആ കാര്യം കൺസിഡർ ചെയ്തേക്കാം. അതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും കാര്യങ്ങൾ വെച്ചിട്ട് കണക്കൂട്ടി നോക്കാം. അത് കഴിഞ്ഞ് യാത്രാസുഖം, അത് ഒരു വലിയ സംഗതി തന്നെയാണ്. അത് നിങ്ങൾ കുറച്ച് നാൾ ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ സ്ഥിരം ഐസ് വണ്ടികൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ
ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ആരുടെ അടുത്ത് നിന്നെങ്കിലും ഒരു EV എടുത്ത് ഒരു 2-3 ആഴ്ച ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും. അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പം പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറുകയോ അങ്ങനത്തെ സംഗതികളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാനും ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും അത്രയും സമയം കൊണ്ട് ചാർജ് ചെയ്ത് കിട്ടും. നിങ്ങളുടെ യൂസേജിനെ റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ചിരിക്കുന്ന കാര്യം. എങ്കിലും കഴിവതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരത്തില്ല. പിന്നെ ഉള്ളത് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാരണം നിങ്ങൾക്ക് ടയർ പാഡിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല ഇനിയും ഗുണങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ താരതമ്യത്തിനകത്ത് ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞെല്ലാം കുറച്ച് ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞേക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ ഇതിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങളുടെ കാര്യം ഞാൻ പറയാം. അതായത് എല്ലാ ആൾക്കാരും, അത് ഒരു റിവ്യൂവറിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമല്ല. ഒരു റിവ്യൂവറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഒരേ ടൈപ്പ് 2 വണ്ടി ഉണ്ടെങ്കിൽ അത് രണ്ടും എടുത്ത് കമ്പയർ ചെയ്യാനേ അവർക്ക് ഒക്കത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ എങ്കിലും ഒരു വാങ്ങിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EV ഐസുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AMD ഗിയർ ബോക്സ് ഉള്ള ഒരു വണ്ടിക്കകത്തും അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറിലും കിട്ടുന്ന ഒരു വേരിയേഷൻ ഉണ്ട്. കംഫർട്ടുള്ള ഓടിക്കാനുള്ള പവർ ഡെലിവറിയുടെ ബെനിഫിറ്റ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ടോർക്കിന്റെ ബെനിഫിറ്റ് ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിലും ലാഗ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ഒരു ലാഗ് വരുന്നുണ്ടല്ലോ. ആ ഒരു സംഗതിയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും. അതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ പവറിന്റെ ഡിഫറൻസ്, ഈ മോട്ടറിന് കിട്ടുന്ന പവറും ഐസ് വണ്ടികൾക്ക് കിട്ടുന്ന പവറും. കാരണം നമുക്ക് ഈ കിട്ടുന്ന പവറിന്റെ നല്ലൊരു ഇതും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് EVകളിൽ. പക്ഷേ മറ്റേ ഐസ് വാഹനങ്ങളിൽ ഒരു പർട്ടിക്കുലർ RPM-ലായിരിക്കും അത്രയും പവർ ഡെലിവറി ചെയ്യുന്നത്. സോ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അത് കൂടാതെ കംഫർട്ട്, മൊത്തത്തിൽ വൈബ്രേഷൻ സംഗതികളൊക്കെ കുറവായതുകൊണ്ട് കംഫർട്ട്സ് സാധാരണഗതിയിൽ EVകളിൽ കൂടുതലായിരിക്കും സെയിം ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ അതിനൊക്കെ ആക്ച്വലി ആഡഡ് ആയിട്ടുള്ള എമൗണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂട്ടേണ്ടതാണ്, അല്ലെങ്കിൽ അത്രയും ബെനിഫിറ്റിനുള്ള സംഗതികളും കൂടെ കൂട്ടേണ്ടതാണ് ഈ EVയിലേക്ക് വരുമ്പോൾ. അത് പക്ഷേ കൂട്ടുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ജസ്റ്റ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എടുത്ത് കമ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ EV ആണെങ്കിൽ ഏത് വാഹനം എടുക്കും, EV അല്ലെങ്കിൽ ഏത് വാഹനം എടുക്കും എന്നുള്ള ആ 2 വാഹനങ്ങൾ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് ആക്ച്വലി എന്തുമാത്രം വ്യത്യാസം വരും, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ നോക്കാനായിട്ട് EV ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി എടുക്കും എന്നുള്ളത് വെച്ച് കമ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും സാമ്പത്തിക ലാഭം ആവാൻ വേണ്ടിയിട്ട് EVക്ക് സാമ്പത്തിക ലാഭം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കുറേ അധികം എമൗണ്ട് എടുത്ത് മറ്റൊരു EVയിലേക്ക് മാറുന്ന ഒരു ഐസ് വണ്ടിയിൽ നിന്നും EVയിലേക്ക് കുറേ അധികം പൈസ കൊടുത്ത് മാറുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പക്ഷെ അങ്ങനെ എടുത്താലും ലാഭം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഈ പറയുന്ന പോലെ സിറ്റിയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ലാഭവും നഷ്ടവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവേശികമാണ്. നമുക്കത് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ ഒക്കുന്നില്ല. ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ഓരോരുത്തരുടെയും യൂസ് കേസ് വ്യത്യാസമാണ്, അവർക്ക് കിട്ടുന്ന മൈലേജ് വ്യത്യാസമാണ്. സോ അതുകൊണ്ട് ഒരു രീതിയിലും നമുക്ക് അതിനെ 1 to 1 കമ്പയർ ചെയ്യാൻ ഒക്കില്ല. പിന്നെ അത് കൂടാതെ വാഹനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്ന സമയം, വളരെ മെച്ചുറായിട്ടുള്ള ഒരു ഐസ് വാഹനവും EV കാരണം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അതിൻ്റെ പുറകെ നടക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. എല്ലാവർക്കും അല്ല, വളരെ കുറവാണെങ്കിലും അങ്ങനെ ആൾക്കാർക്ക് നടക്കേണ്ടി വരുന്നുണ്ട്. ആ കേസസ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി അത്രയും സമയം സ്പെൻഡ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നോക്കുക. ബേസിക്കലി ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടുന്ന ഒരാൾക്ക് ചിലപ്പോൾ 10 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും മൈലേജ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് നല്ല ട്രാഫിക്കിലൊക്കെ കിടന്ന് ഓടുന്ന ഒരാൾക്ക് EVയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 200 കിലോമീറ്റർ 312 എയറായി പറയുന്നത് സാധാരണ ഓടിക്കുമ്പോൾ 200 മൈലേജ് കിട്ടുന്ന റേഞ്ച് കിട്ടുന്ന EVക്ക് ആ പുള്ളിക്ക് ചിലപ്പോൾ 150 താഴെ ചിലപ്പോൾ കിലോമീറ്റർ കിട്ടുന്നുണ്ടാവത്തില്ല ഒരു ചാർജിന്. പക്ഷേ എന്നാലും ഈ 10 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറയുന്നത് പുള്ളിക്ക് ഈ നഷ്ടമൊക്കെ കൂട്ടിയാലും ചിലപ്പോൾ 2 കിലോമീറ്റർ പെർ ക്ഷമിക്കണം, ഞാൻ പറഞ്ഞൊരു തെറ്റ് പറ്റി. അത് 10 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരുന്ന ഒരു സിറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് EVയിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ഒരു ഫുൾ ചാർജിന് കിട്ടുന്ന റേഞ്ച് 200 പകരം 150 150 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അത് യൂസിനനുസരിച്ചായിരിക്കും. സോ അങ്ങനെ കൂട്ടിയാൽ പോലും 1 കിലോമീറ്റർ ഓടാൻ മറ്റേ ആൾക്ക് 10 രൂപ വരെയൊക്കെ വരുന്ന സ്ഥാനത്ത് EVയിൽ ചിലപ്പോൾ 2 രൂപ, ചിലപ്പോൾ 2 രൂപ, മാക്സിമം ഒരു 3 രൂപ വരെ വന്നു എന്ന് വിചാരിക്കാം. എങ്കിലും പെർ കിലോമീറ്റർ ഏതാണ്ട് 7 രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 7 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ്. സോ അതുകൊണ്ട് ഈ ലാഭം നഷ്ടവും എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമാണ്, ഓരോ ആൾക്കാരുടെയും യൂസിനനുസരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓൾറെഡി നിങ്ങൾ ഓടിക്കുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ ലാഭം കിട്ടണമെന്നില്ല. ഓക്കെ, വണ്ടി ഓടിക്കുന്നതിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ട്. EVയിലേക്ക് മാറുമ്പോൾ കുറച്ചുകൂടെ റിലാക്സിംഗ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ലാഭം കൂടുതലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് പലയിടത്തും വർഷത്തിന്റെ കണക്ക് വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ വർഷത്തിന്റെ കണക്ക് മാറ്റിയിട്ട് കിലോമീറ്റർ വെച്ച് കണക്കൂട്ടുന്നതായിരിക്കും കൂടുതൽ കൃത്യത വരുന്നതെന്ന് തോന്നുന്നു. കാരണം എത്ര കിലോമീറ്റർ ഇത്രയും വർഷം ഉപയോഗിക്കുമ്പോൾ കാര്യമായിട്ട് ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ മീനിങ് ഇല്ല. പക്ഷേ അതിനെക്കാട്ടി അത്രയും വർഷം കൊണ്ട് തന്നെ കൂടുതൽ കിലോമീറ്റർ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോ കിലോമീറ്ററിന്റെ ബേസിസിൽ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ബാറ്ററിയുടെ ലൈഫും എല്ലാം ഈ പറഞ്ഞ കിലോമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരിക. ഓക്കെ, പിന്നെ വാഹനം ഉപയോഗം കുറയ്ക്കുന്നതിൻ്റെ കാര്യം. അതായത് പലരും ഈ 1000 കിലോമീറ്റർ 1500 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നതിൻ്റെ കേസ് നല്ലൊരു അവരുടെ മേജർ പോർഷൻ ഓഫ് യാത്രകളും വരുന്നത് ചിലപ്പോൾ അവർ ബസ്സിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബൈക്കിലോ ഒക്കെ ആയിട്ട് മാനേജ് ചെയ്തിട്ട് അവർക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാർ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോഴാണ്. അത് സാമ്പത്തിക ലാഭം വെച്ചിട്ട് വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ
EV-യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഓടാനും ഇപ്പോൾ അത് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ 5 രൂപ വരുന്നൊരു വണ്ടി ഉണ്ടെന്നിരിക്കട്ടെ. സോ ആ വണ്ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മാസം 1000 കിലോമീറ്ററേ ഓടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്കൊരു EV കിട്ടിയിട്ട് പെർ കിലോമീറ്റർ 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ ഓടാനായിട്ട് 1 രൂപയുള്ള ഒരു EV കിട്ടിയിട്ട് നിങ്ങൾ മാസം 5000 കിലോമീറ്റർ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ്ലി നിങ്ങളുടെ സാലറിയും മറ്റൊന്നും മാറാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾ ഐസ് വണ്ടിക്ക് ഇന്ധന ചെലവായിട്ട് കൊടുക്കേണ്ടി വരുന്നത്, ഏകദേശം അത്രയും രൂപ തന്നെ നിങ്ങൾക്ക് EV-ക്കും കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന പൈസയ്ക്ക് വ്യത്യാസം വരത്തില്ല, പക്ഷേ എങ്കിലും നിങ്ങൾ കൂടുതൽ ദൂരം കാർ ഓടിക്കും. സോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സോ അങ്ങനെ ഓടിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നില്ലായിരിക്കും, പക്ഷേ യൂട്ടിലിറ്റി കുറച്ചും കൂടെ നടന്നിരിക്കും. നിങ്ങൾ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഓടുക. നേരത്തെ 1000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും 1000 കിലോമീറ്റർ ഓടിക്കുക, എങ്കിലേ നിങ്ങളുടെ കൈ പൈസ ഇരിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഫ്യൂവലിന് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കറണ്ട് ചാർജ് ആയിട്ട് പോകും, അത്രമേ ഉള്ളൂ. പിന്നെ സാമ്പത്തിക ലാഭം മാത്രം നോക്കി EV വാങ്ങിക്കരുതെന്നുള്ളത് ഞാൻ കാണുന്ന എല്ലാവരുടെ അടുത്തും പറയാറുള്ളത്. സാമ്പത്തിക ലാഭം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ കുറേ റിവ്യൂ ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു QR കോഡായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ലിങ്കിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കാവുന്നത്. സോ ബേസിക്കലി ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ. എല്ലാവരും വണ്ടി എടുക്കുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ യൂസിന് യോജിച്ചതാണോ എന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക. ലാഭമുണ്ട് എന്ന് മാത്രം നോക്കി EV വാങ്ങാതിരിക്കുന്നതായിരിക്കും EV അത് ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും എല്ലാവർക്കും നല്ലത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കലി എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. ഇത്ര നേരം കേട്ടിരുന്നുണ്ടെങ്കിൽ വളരെ നന്ദി. ഇത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് മാത്രമായിട്ടുള്ള റെസ്പോൺസ് ആയിട്ട് ഇടുന്നതല്ല. പുള്ളി നല്ല രീതിയിൽ അതിനകത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളിനകത്ത് ചെറിയ പ്രശ്നങ്ങളും സംഗതികളും തോന്നിയതുകൊണ്ട് ഞാനതൊരു ഇതിനെ സെപ്പറേറ്റ് ഇതിൻ്റെ കണ്ടന്റ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ആക്കി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ എനിക്ക് സന്തോഷം. അതെല്ലാം ആരെയും വിഷമിപ്പിക്കാനോ ഒന്നും വേണ്ടി ചെയ്യുന്നില്ല. ഇതേപോലെ മറ്റ് വീഡിയോസും പ്രശ്നങ്ങൾ, അതായത് കാര്യമായ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് റെസ്പോൺസ് ഇങ്ങനെ ഇടാനൊക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ ഇട്ടതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ സംഗതികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ സ്ലൈഡിലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഞാൻ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കിലോ കമൻറ്റ് ചെയ്താലോ ഇതിൻ്റെ മെൻഷൻ വെച്ചിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരുത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മിക്കവാറും V2 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. ഇൻ കേസ് ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് V2A അല്ലെങ്കിൽ V2B എന്ന് പറഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.